ഹായ് ഹലോ വെൽക്കം ബാക്ക്. വെറും 175 രൂപയ്ക്ക് സ്വാദിഷ്ടമായ ഡ്രീം കേക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ കടകളിൽ നിന്നൊക്കെ സാധാരണയായി വാങ്ങിട്ടുന്ന സാധനങ്ങളാണ് എല്ലാം. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് കിട്ടിയത്. 75 രൂപയാണ് അതിൻ്റെ റേറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഓറിയോൻ്റെ 10 രൂപേൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റ് 2 എണ്ണം, 40 രൂപയുടെ ഡയറി മിൽക്ക്, ഒരു 5 രൂപയുടെ ഡയറി മിൽക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, 20 രൂപയുടെ ഒരു മിൽക്കി ബാർ, 5 രൂപേൻ്റെ ബൂസ്റ്റ്, 10 രൂപയ്ക്ക് കാഷ്യൂ നട്ട്സ്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കത് അരഞ്ഞു കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടിയേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിക്കണം. കാരണം നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടണമല്ലോ. അത് കഴിഞ്ഞ് നമ്മളതൊന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളതൊരു ടിഫിൻ ബോക്സിലേക്ക് ഈ ബാറ്റർ മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ എയർ ബബിൾസ് ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസൊക്കെ പോകും. അപ്പം അങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെറിയ പിഞ്ഞാണ് അങ്ങനെ കമത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ടിഫിൻ ബോക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അത് വേവിക്കണം. അപ്പോൾ അതിനാവശ്യത്തിന് വേവാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പണികളുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് ഉണ്ട്, അത് പൊട്ടിച്ച് അതിലേക്ക് ഇടാം. നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള ക്രീം ഉണ്ടാക്കണം, നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ചിടാം. പിന്നെയുള്ളത് നമ്മുടെ മിൽക്കി ബാറാണ്. ഈ മിൽക്കി ബാറിനെയും വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. ഞാൻ പറഞ്ഞത് മിൽക്കി മിസ്റ്റിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മളുടെ ഈ മിൽക്കി ബാർ പൊട്ടിച്ചിട്ടതിലേക്കും അതുപോലെ നമ്മുടെ ഡയറി മിൽക്ക് ഉണ്ട്, ആ ഡയറി മിൽക്കിലേക്കും ഈ ഫ്രഷ് ക്രീമും ഒരു പകുതിയായിട്ട് ഒഴിക്കുക. പകുതി മിൽക്കി ബാറിലും പകുതി നമ്മുടെ ഡയറി മിൽക്കിലുമായിട്ട് ഈ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ 2 സ്റ്റീൽ പാത്രങ്ങളും അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിലിരുന്നിട്ട് ആ ചൂട് തട്ടിയിട്ട് ഇത് മെൽറ്റ് ആയിക്കോളും. ഒന്നിൽ ഡയറി മിൽക്കും ഫ്രഷ് ക്രീമാണ്, ഒന്നിൽ നമ്മുടെ മിൽക്കി ബാറും ഫ്രഷ് ക്രീമുമാണ്. അതിൽ ഒന്നിൽ ഡാർക്ക് ചോക്ലേറ്റ്, ഒന്നിൽ വൈറ്റ് ചോക്ലേറ്റ്. അപ്പം ഇത് ഇതിലിരുന്നിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കാണാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ഈ 2 സംഭവം ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് അതിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേക്ക് അവിടെ ഇരുന്നിട്ട് കുക്കാവുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് മെൽറ്റായി. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് നോക്കിയാൽ മനസ്സിലാവും, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിലേക്കുള്ള 2 ലെയറിലേക്കുള്ള ഡാർക്ക് ചോക്ലേറ്റ് മിക്സും വൈറ്റ് ചോക്ലേറ്റ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ബേസ്, നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തുറന്നു. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ എയർ ബബിൾസ് ശരിക്കും പോയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. അതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്. ഇനി നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമുക്കിതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാണ്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തിച്ച് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത് ആ കേക്കൊന്ന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഉണ്ടാവുക. സിറപ്പ് നന്നായി അതിലേക്ക് ഇറങ്ങി പോകാനായിട്ട് നമ്മൾ കുറച്ചും കൂടി ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി ആ കേക്കിൻ്റെ ബേസിൻ്റെ മുകളിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ഉണ്ട്. ഈ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് നമ്മൾ നന്നായി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിനെ നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക. ഫ്രീസറിലിരുന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് കുറച്ചൊന്ന് സെറ്റായി വരും. അത് കഴിഞ്ഞ് അത് എടുത്ത് നോക്കുക. അപ്പോൾ അതാ കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാഷ്യൂ നട്ട് വാങ്ങിച്ചിരുന്നല്ലോ, അതും വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ബദാമും കൂടി ജസ്റ്റ് ഒന്ന് ചെറിയ പീസസ് ആക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അതൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടതാണ്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞങ്ങൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം അത് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാനായിട്ട് അങ്ങ് എത്തിയില്ല. എന്നാലും നമ്മളുള്ളതുകൊണ്ട് ഓണം പോലെ നമ്മളങ്ങ് എത്തിച്ചു. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. അപ്പോൾ അതും നമ്മൾ പരമാവധി നമ്മളെടുത്ത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയത്. ഇനി ഇതും നമ്മളൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 1 അവർ ഇരിക്കേണ്ടി വരും. ഫ്രീസറിലാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് സെറ്റാവാനായിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണ്. പിന്നെ ആ 5 രൂപേൻ്റെ ഡയറി മിൽക്ക് വാങ്ങിച്ചാൽ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യണം, ആ മുകളിലത്തെ ഒരു ലെയർ ആക്കാനായിട്ട്. അപ്പം അത് ഞാൻ ഇങ്ങനെയാണ് മെൽറ്റ് ചെയ്തത്, കാരണം ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ സെറ്റായ കേക്ക് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സംഭവം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് ലൂസായി. ചെറിയ ഡയറി മിൽക്ക് ആയ കാരണം കുറച്ച് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ലൂസായി. അപ്പോൾ കുറച്ചും കൂടി കട്ടിക്ക് ചെയ്യായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ സംഭവം ഒഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുകളിൽ
നിൽക്കണം കാരണം കൊണ്ടാണ് നമുക്ക് വ്യൂസ് ഒന്നും കറക്റ്റ് ആവാത്തത്. പിന്നെ രാത്രി ടൈമാണ്, വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമ്മളത് മുകളിലേക്ക് ഒഴിച്ചൊന്ന് സെറ്റാക്കാണ്. ഇപ്പോൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നതിന് പകരം നമ്മൾ കുറച്ചധികം നേരം കൂടി ഒന്ന് വെക്കണം, അതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വന്നേക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ബൂസ്റ്റിൻ്റെ പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ലെയർ ചോക്ലേറ്റ് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ അത് പുറത്തെടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മളിതായിരുന്നു കഴിച്ച് നോക്കി. അപ്പോൾ സംഭവം ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് കൂടാണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അധികം റേറ്റുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ.